വഴിക്കിതേ നമ്മൾ കാണുന്ന ചെടിയും കാടും വെള്ളം എല്ലാം പറിച്ചിട്ട് വരുന്നതിന് അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, ചെടികൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടേയില്ല. അങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ തയ്യൊക്കെ ഇതേ പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് വരുന്ന വഴിക്കാണ് ഒരു പൂമ്പാറ്റ എന്നെ ഇട്ട് കളിപ്പിക്കുകയാണ്. അപ്പോൾ പൂമ്പാറ്റേനെ കണ്ടപാടെ ഞാൻ എന്നെ പിടിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂമ്പാറ്റകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുടയൊക്കെ സൈഡാക്കി വെച്ചിട്ട് ഇനി ഞാൻ വൈറ്റ് കളറുള്ള പൂമ്പാറ്റേനെ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നോക്കുമ്പോഴേക്കും പൂമ്പാറ്റ എൻ്റെ മുമ്പിൽ നിന്ന് ഡിസപ്പിയർ ആയിട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പിടിക്കാൻ പോയിട്ട് അതിന് തൊട്ട് മുമ്പ് ഞാൻ എന്നെ പിടിച്ചതാ. അത് ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് നോക്കിയപ്പോൾ പൂമ്പാറ്റ എന്നെ ഇട്ടേച്ച് പോയി. എനിക്ക് വിഷമമായി ഗൈസേ. അപ്പോൾ ഞാൻ പിന്നെ ഓർത്ത് അത് പറഞ്ഞ് നടക്കട്ടെ എന്ന് ഓർത്ത് കുടയും വടിയും വട്ടിയും എല്ലാം എടുത്ത് നമ്മൾ മുമ്പിലേക്ക് നടക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് വലിയൊരു ഊർച്ചാമ്പുറമാണ്, അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര കഷ്ടമാണ് കേട്ടോ നടക്കാൻ, അതിൻ്റെ ഒപ്പം വെയിലും. അപ്പോൾ സൈഡിൽ നോക്കുമ്പോൾ ഒരു പേരയ്ക്കാൻ മരത്ത് നിറച്ച് പേരയ്ക്കാൻ നോക്കുമ്പോൾ ഗൈസ് മുഴുവൻ പഴുത്ത് നിൽക്കണം. അവർക്കൊന്നും വേണ്ട കേട്ടോ. നിലത്ത് നോക്കുമ്പോൾ ഒന്നും ചാടിയിട്ടും ഉണ്ടായിരുന്നില്ലേ. പിന്നെ നമ്മൾ എങ്ങനെയാണ് പറിക്കുന്നതെന്ന് ഓർത്തിട്ട് ഭയങ്കര ഹൈറ്റിലുമായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ മരത്തിക്കറികളൊക്കെ ഒന്ന് ആലോചിച്ചു കേട്ടോ. അതിന് അമ്മയുടെ സൈഡിൽ നിന്നൊരു റോസ് കളറുള്ള ഒരു ചെത്തിപ്പൂ ഇതേ പറിക്കാൻ കേട്ടോ. അപ്പം അമ്മേൻ്റെ ഷോപ്പർ മിക്കവാറും ഇന്ന് മൊത്തത്തിൽ നിറയാനുള്ള ചാൻസ് ഉണ്ട്. നോക്കിയ കാഴ്ച. അപ്പോൾ സൈഡിലൊരു മാവ് ഉണ്ടായിരുന്നു. ആ മാവിൽ നിന്ന് വീണ്ടും നമുക്കിതേ മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പം അങ്ങനെ ഇത് ആ മാമ്പഴത്തിൻ്റെയും തൊലിയെല്ലാം ഇത് പീൽ ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, മാമ്പഴം നമുക്ക് കടിച്ച് തിന്നാവേ. അപ്പോൾ എനിക്ക് കൊതിയാവുകയാണ് കേട്ടോ മാമ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മാവിലെ മാങ്ങയും എല്ലാം ഉണ്ടായി പഴുത്ത് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ നമുക്ക് വെക്കണ്ടേ. അപ്പോൾ അതേ മാമ്പഴം ഞാൻ കടിച്ച് തിന്നുകയാണ് ഗൈസ്. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാമ്പഴം കഴിച്ചുകൊണ്ട് നമ്മൾ മുമ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാമ്പഴം ഇഷ്ടമാണോ ഗൈസ്? Let's do it.